ഇപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ വെച്ചു. ഈ ബോട്ടിൽ വയ്ക്കുമ്പോൾ സൈസ് ഓവറാണ്, അതായത് ഹൈറ്റ് ഓവറാണ് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ നോക്കുമ്പോൾ കുറവാണ്. ഇതിൻ്റെ നോക്കുമ്പോൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലുകളുടെ 3 ബോട്ടിലും 3 സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ലൂസ് ചെയ്യുക. ഈ സ്പാനർ യൂസ് ചെയ്തിട്ട് ഇത് ലൂസ് ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് കൂടുതൽ വേണ്ടതിന് ഇത് തിരിച്ച് വെച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കണം. അതായത് ഈ വെട്ടിലേക്ക് ഇത് ഇറങ്ങിയിരിക്കണം. ഇതിപ്പോൾ അവിടെയല്ല ഇറങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ടോപ്പിൽ കയറി മുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പൊടിക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് മുകളിലേക്ക് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ലൂസ് ചെയ്യും. ലൂസ് ചെയ്തു ഒന്ന് തിരിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കയറാനുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഇടയിൽ പോകുന്ന രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പോയിൻ്റ് കറക്റ്റാണോ നോക്കുക. ഇത് കയറിയേക്കാണ്, അതായത് ഈ എഡ്ജിൽ മുട്ടിയേക്കാണ്. അപ്പോൾ നമുക്കൊരു പൊടിക്ക് ഇതിൻ്റെ ഹൈറ്റ് മുകളിലേക്കാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ നെട്ടൊന്ന് ലൂസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ ഒന്ന് നോക്കുക. ഈ പൊടിക്ക് അവിടെ ഒന്ന് കയറ്റുക. അതിനുശേഷം ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യുക. ഇതിൻ്റെ അടുത്ത പ്രൊസീജിയർ നമുക്ക് ഇതിൻ്റെ പ്രഷർ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്ഷനിലോട്ടിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊങ്ങി, ഇത് പ്രസ് ചെയ്തിട്ടു, അതിനുശേഷം ഇത് പ്രസ് ചെയ്തു, അതിനുശേഷം ഇത് താഴത്തേക്ക് ഇറങ്ങി. അതാണ് ഒരു ഫുൾ പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഫുൾ പ്രൊസീജിയർ ഓഫ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ചെയ്തിടുക. അതിനുശേഷം പോയിൻറ്റ് സ്വിച്ച് യൂസ് ചെയ്തിട്ട് ഈ ക്യാമിൻ്റെ പൊസിഷൻ മാക്സിമം ആക്കി എടുക്കുക. ഇതാണ് ഫസ്റ്റത്തെ പ്രസ്സിങ് വന്നത്. അപ്പോൾ അതിൻ്റെ ക്യാം തന്നെ ഇതാണ്. ഇതിൻ്റെ മാക്സിമം പൊസിഷനിൽ നിർത്തുക. അതിന് വേണ്ടിയിട്ട് പോയിൻറ്റ് സ്വിച്ച് പ്രസ് ചെയ്യുക. ഇതാണ് അതിൻ്റെ മാക്സിമം പൊസിഷൻ. അപ്പോൾ ആ മാക്സിമം പൊസിഷൻ എത്തിയിട്ടും ഇത് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യണം. ഈ ലോക്ക് നട്ട് ലൂസ് ചെയ്യണം. ഇത് ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഈ പൊസിഷൻ ഇതിനകത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യും. ആ എടുക്കണത് ഒരുപാട് എടുക്കാനും പാടില്ല, ഒരുപാട് അകലാനും പാടില്ല. ഏകദേശം ഒരു 1 mm ഗ്യാപ്പ് ഫസ്റ്റ് തന്നെ കീപ്പ് ചെയ്യുക. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അത് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തു. ഈ നട്ട് ലൂസ് ചെയ്തു. ഇത് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അടുപ്പിക്കാൻ വേണ്ടി ടൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. അകത്താൻ വേണ്ടി ലൂസ് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടുന്ന് വലിക്കുകയും വേണം, എന്നാലാണ് ഇത് പോരത്തുള്ളൂ. കുറച്ചുകൂടെ എടുക്കാനുണ്ട്. ഒരു പൊടിക്കും കൂടെ അടുപ്പിക്കുക. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ വെച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അതായിരിക്കും നല്ലത്. അത് റെഡിയായി. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്തേക്കുക. അതിനുശേഷം അടുത്തത്
അടുത്തത് ഇതാണ്. ഇതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ക്യാമിൻ്റെ മാക്സിമം പൊസിഷനിലെത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിൻറ്റ് സ്വിച്ച് യൂസ് ചെയ്യുക. ക്യാമിൻ്റെ മാക്സിമം പൊസിഷൻ എത്തി. ഇത്രയും ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കാനുണ്ട്. ഇത്രയും ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പൊടിക്ക് ലൂസ് ചെയ്യുക. അതിനുശേഷം ഈ ലോക്ക് നട്ട് ലൂസ് ചെയ്യുക. ദെൻ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഇതിപ്പോൾ ചെയ്താണ് ഒരല്പം കൂടിപ്പോയി, അത് കുറയ്ക്കണം. ജസ്റ്റ് ഇവിടെ നിന്ന് തിക്കിയാൽ മതി. അതിനുശേഷം ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഫംഗ്ഷനിലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഈ ബോട്ടിൻ്റെയാണ്. ഈ ബോട്ടിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വെച്ചു, ലിഡ് വെച്ചു. അതിനുശേഷം നമ്മുടെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ മാക്സിമം പൊസിഷനിലെത്തിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ മാക്സിമം പൊസിഷനാണ്. അതിനുശേഷം ഇത് സ്റ്റാർട്ടായി. അപ്പോൾ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഇത് തിരിക്കുക. തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ടൈറ്റ് ആയിട്ടില്ല. ബോട്ടിൽ സെപ്പറേറ്റ് ആയിട്ടാണ്, ലിഡ് സെപ്പറേറ്റ് ആയിട്ടാണ്, ഡൈ സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ചെയ്യുക. ഈ ഒരു ടൈറ്റ് കേട്ടോ. നമ്മുടെ ഡൈയും ബോട്ടിലും അതിൻ്റെ ടോപ്പ് ഡൈയും ബോട്ടം ഡൈയും ബോട്ടിലും എല്ലാം കൂടെ ഒരുമിച്ച് കറങ്ങുന്ന ഒരു പൊസിഷനുണ്ട്. അതാണ് അതിൻ്റെ കറക്റ്റ് ടൈറ്റ്. നമുക്ക് അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ലോക്ക് നട്ട് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ബോട്ടിലിന് വേണ്ടി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് നമുക്ക് ചെറിയ ബോട്ടിലെടുക്കാം. ആ ബോട്ടിൽ പ്ലേസ് ചെയ്തു. അതിൻ്റെ ലിഡ് പ്ലേസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫ് ചെയ്തു. നമുക്ക് പോയിൻറ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് മാക്സിമം പൊസിഷനിൽ എത്തിച്ചു. ഇത് അതിൻ്റെ മാക്സിമം പൊസിഷനാണ്. നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റിൽ വന്നാലാണ് ഇത് ടൈറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അത് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നട്ട് ലൂസ് ചെയ്തു. നട്ട് ലൂസ് ചെയ്തു, ഇത് ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്തപ്പോൾ ഈ ബോട്ടിലും ലിഡും ഒരുമിച്ചാണ് കറങ്ങുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് ലോക്ക് ചെയ്യാം. അതിനുശേഷം ഓട്ടോമാറ്റിക് സ്വിച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ ആ ലിഡും പെർഫെക്റ്റായിട്ട് വന്നു. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ വലിയ ബോട്ടിലിൻ്റെയാണ്. വലിയ ബോട്ടിൻ്റെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താത്താണ് വേണ്ടത്. അതായത് ഈ ബോട്ടിൽ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് താത്താണ് വേണ്ടത്. നട്ട് ലൂസ് ചെയ്യുക, താത്ത.
ഇനിയും താഴണം. ഇപ്പോൾ ബോട്ടിൽ ലിഡും വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ പോയിൻറ്റ് സ്വിച്ച് പ്രസ് ചെയ്യുക. മാക്സിമം പോയിൻറ്റിൽ എത്തിച്ചു. ബോട്ടിൽ ലേശം ലൂസാണ്, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്തു. അതിനുശേഷം താഴത്തെ നട്ട് ലോക്ക് ചെയ്തു. ഒരു പൊടിക്കാണ് ടൈറ്റ് ആവാം. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, കാരണം ബോട്ടിൽ ഞളങ്ങും. അതുകൊണ്ട് ബോട്ടിലിൻ്റെ തിക്നെസ് വേണം അത് നമ്മൾ ചെയ്യാം. അപ്പോൾ അത് ടൈറ്റ് ആയിട്ടുണ്ട്, അത് ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതേ പൊസിഷനിൽ വെച്ച് തന്നെ ഓട്ടോമാറ്റിക് സ്വിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബോട്ടിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് 3 എണ്ണത്തിന് ഒരേ ടൈപ്പ് ലിഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പൊസിഷനൊന്നും ചേഞ്ച് ചെയ്യണ്ട. ഈ സൈഡ് ക്രിമ്പ് ചെയ്യണ റോളറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമുക്ക് ആകെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെ ഈ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇത് 3 ടൈപ്പ് ബോട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ ഹൈറ്റിനനുസരിച്ച് വേണം നമുക്ക് ഈ പൊസിഷൻ, ഇതാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നട്ട് ലൂസ് ചെയ്യുക, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യേണ്ടത്. വേറെ ഒന്നും ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനില്ല.